ഇതെന്നാ പരിപാടി? ഞാനേ ഈ തെങ്ങിനെല്ലാം കൂടെ വേനൽക്കാലം അല്ല ഒരു ശകലം ഫോളിയാർ വളം കൊടുക്കാൻ വേണ്ടിയാ. പോളിയാർ വളം? ആ, പോളിയാർ വളം. ഇതിപ്പോ ഈ കമ്പനിയുടെ ഇത് നമ്മുടെ ഉപ്പുപൊടി പോലെ പൊടിയായിട്ടാ വരുന്നത്. ഇത് 15 ലിറ്ററിന്റെ മെഷീനാ. ഇത് കയ്യിൽ പുറത്തിട്ട് നമ്മള് ഹാൻഡ് പവറിൽ ഉപയോഗിക്കുന്ന മെഷീനാ. അപ്പൊ അതിനകത്ത് 15 ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു 70 ഗ്രാമാണ് ഒരു പ്രാവശ്യം ഇടുന്നത്. ഒരു പ്രാവശ്യം പോകുന്നത്. അതായത് 15 ലിറ്ററിന് 70 ഗ്രാം എന്നുള്ള തോതില് ഒരു 5 ഗ്രാം വെച്ച് 10 15 50 70 80 എന്ന് പറഞ്ഞ രീതി വരും. അവര് മാനം കണി. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ എന്നാ ചെയ്യുന്നത്, ഇത് ബൂസ്റ്റിന്റെ അടപ്പിൽ ഇത് കണ്ടോ, ഇത് പൊട്ടാസ്യം സൾഫേറ്റ് ആണ്. പൊട്ടാഷ്യം തന്നെയാ ഉപയോഗിക്കുന്നത്. ഇപ്പം കാഫലത്തിലേക്ക് വരാൻ വേണ്ടിയല്ലേ മാറി കൊടുത്തോണ്ടിരിക്കുക. ഇത് ഒരു എപ്പോഴും തൂക്കിയെടുക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഈ ബൂസ്റ്റിന്റെ അളവാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് തെങ്ങിനൊക്കെ അതാണ് 70 80 വരെ പോയാലും 100 ഗ്രാം വരെ പോയാലും കുഴപ്പമില്ല. ഇത് 15 ലിറ്ററിന് ഇത് ഇതിനകത്ത് ഇടുക. ഉപ്പുപൊടി പോലെ ഇരിക്കുന്നത്. കളർ വ്യത്യാസമൊന്നുമില്ല. ഇതുണ്ടോ, ഇത് ഇതിനകത്ത് ഡൈലൂട്ട് ആയി കഴിഞ്ഞു. ഈ സംഭവം ഇത് പമ്പ് ചെയ്ത് അടിച്ചാൽ മതി. ഇത് അടിക്കേണ്ട ടൈം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു 6 മണി ടു 8 മണി ആകുമ്പോൾ നിർത്തുന്നല്ല, 2 മണിക്കൂർ. ഇപ്പോൾ ഒരു 5 മണി ടു 7 മണിയാകുമ്പോൾ നിർത്തുന്നല്ലോ. ഇതിന്റെ ഇലയുടെ അടിഭാഗത്ത് ഇത് അടിച്ചു കൊടുക്കുന്നത്. അടിഭാഗത്ത് ചെറിയ നാനോ ഹോൾസ് ഉണ്ട്, സുഷിരങ്ങളുണ്ട്. ആ ഹോൾസിലേക്ക് ഇവന് അടിഭാഗത്ത് അടിച്ചു കൊടുക്കുക. അപ്പൊ ഒരു വലിച്ചെടുക്കും. ഇതാണ് ഇതിന്റെ തിയറി. പക്ഷെ ഈ ടൈമിൽ ഉപയോഗിച്ചില്ലെങ്കിൽ സൂര്യന്റെ ലൈറ്റ് വന്നു കഴിഞ്ഞിട്ടാൽ ഇതിന്റെ സെൻസർ അടഞ്ഞു പോകും. അത് ലൈറ്റ് വരുമ്പോഴും ഇരുട്ടത്തും അടഞ്ഞു പോകും. അപ്പൊ ഈ സമയത്ത് തുടങ്ങുന്ന ഒരു ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രകൃതി കൊടുത്തു. എല്ലാ ഇലകൾക്കും ഇലവളം കൊടുക്കാൻ തുടങ്ങി. ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞെങ്കിൽ ഇലവളം കൊടുക്കുക. പിന്നെ നമ്മുടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് കുത്തിവെച്ച് കൊടുക്കുകയല്ലേ. പക്ഷെ ആഹാരം നമ്മൾ വായിക്കട ചവച്ചരച്ചല്ല കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സൂത്രപ്പണി എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മണ്ണിന്ന് വലിച്ചെടുത്ത് കൊടുക്കുന്നത് നനയ്ക്കാൻ സൗകര്യങ്ങളില്ല. ഇല വഴി കൊടുക്കുന്നു. ഇതൊരു കിലോയ്ക്ക് 150 രൂപ വരെയാണ്. വളരെ ലാഭകരമാണ്. തന്നാണ്ട് വിളകൾക്ക് ഏറ്റവും നല്ലതാണ്. തന്നാണ്ട് വിളകൾക്ക് ഇത് പച്ചക്കറികളിൽ ഉപയോഗിക്കാവോ? പച്ചക്കറികളിലാണ് ഉപയോഗിക്കേണ്ടത്.